വോയിസ് ഓഫ് ഗുരുവിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബായേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ ഗുരുസാഗരം മാസികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ മാത്രം ജീവിതകഥയല്ല, മഹാപുരാണമാണ്. 18 പുരാണങ്ങൾക്കു ശേഷം ഭാരത ചരിത്രത്തിലേക്ക് 19ാമത്തെ പുരാണം, അതും ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിൽ. ലോകമതങ്ങൾ, ഋഷീശ്വരന്മാർ, പ്രവാചകർ, ഗുരുപരമ്പരകൾ, ലോകദാർശനികർ, ലോകത്തെ വിവിധ തത്വശാസ്ത്രങ്ങൾ, യുക്തിചിന്തകൾ, മഹത് പുരുഷന്മാർ എന്നിവരിലൂടെ സഞ്ചരിച്ച് എല്ലാ തലങ്ങളിലും പൂർണ്ണനായ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിലേക്ക് എത്തുന്ന ഇതിഹാസ തുല്യമായ കഥാകഥനമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. ഇത് തുടക്കം മുതൽ വായിച്ചു ഗ്രഹിച്ചാൽ പിന്നെ ലോകത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചും സംശയം അവശേഷിക്കില്ല. പൂർണ്ണജ്ഞാനിയായി വായനക്കാരൻ പരിണമിക്കും. ഗുരു ആരെന്നും ഗുരു വിശ്വരൂപം എന്തായിരുന്നു എന്നും തിരിച്ചറിയും. മനുഷ്യത്വത്തിന്റെ മൂല്യമറിഞ്ഞ് ഗുരു കടാക്ഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിനാൽ തുടക്കം മുതൽ വായിക്കുവാൻ കോപ്പികൾ ഉടൻ തന്നെ ഉറപ്പാക്കുക. പ്രമുഖ വൈജ്ഞാനിക ആത്മീയ സാഹിത്യകാരൻ ശ്രീ സജീവ് കൃഷ്ണന്റെ രചനയിൽ വിരിയുന്ന നമോ ഭഗവതേ ശ്രീമദ് നാരായണ ഗുരുപുരാണം കോപ്പികൾക്കായി വിളിക്കുക 6282319294. ഈ നമ്പറിലേക്ക് അഡ്രസ്സും അയച്ചിട്ട് 8078188858 എന്ന നമ്പറിലേക്ക് 600 രൂപ ഗൂഗിൾ പേ ചെയ്താൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ വായിച്ചു കേൾപ്പിക്കുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. 2026 ജനുവരി ലക്കം ഗുരുസാഗരം മാസികയിലെ നല്ല കുടുംബം പങ്ക്തിയാണ് ഇന്നിവിടെ വായിക്കുന്നത്. അടുക്കളയിൽ നിന്ന് ഉറവ പൊട്ടുന്ന ദഹനരസങ്ങൾ. ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്ന ഓഫർ ഗൃഹനാഥനിൽ നിന്ന് കേട്ടാൽ ഏത് വീട്ടമ്മയാണ് സന്തോഷിക്കാത്തത്? മക്കൾക്കും അതാവും പ്രിയം. വീട്ടമ്മയെ സംബന്ധിച്ച് ഒരു ദിവസം അടുക്കള ജോലിയിൽ നിന്ന് ഇളവ് കിട്ടുക എന്നതാണ് പ്രധാന ആശ്വാസം. പിന്നെ മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം എന്ന സന്തോഷവും. അവനവൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തോട് പാചകം കഴിയുന്നതോടെ ചിലർക്ക് മടുപ്പ് അനുഭവപ്പെടാറുണ്ട്. മറ്റാരെങ്കിലും ഉണ്ടാക്കിയ ഭക്ഷണമാണ് കഴിക്കാൻ ഇഷ്ടം. അത് പക്ഷേ പ്രായോഗികമല്ലാത്തതിനാൽ വല്ലപ്പോഴുമെങ്കിലും പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കുന്നത് വീട്ടമ്മയ്ക്ക് താല്പര്യമുള്ള കാര്യമാണ്. മക്കൾക്കാവട്ടെ വീട്ടിലുണ്ടാക്കാത്ത സ്പെഷ്യൽ ഐറ്റങ്ങൾ കിട്ടും എന്നതാണ് സന്തോഷം. ഗൃഹനാഥനും മടുപ്പ് ഒഴിവാക്കാനും വീട്ടുകാരിയെയും മക്കളെയും സന്തോഷിപ്പിക്കാനുമാണ് പുറത്തുനിന്ന് ഭക്ഷണം എന്ന ഓഫർ വയ്ക്കുന്നത്. അതൊക്കെ നല്ലതാണ്. ഇടയ്ക്ക് ഒരു മാറ്റം ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? പക്ഷേ ഇന്ന് ആധുനിക സമൂഹത്തിൽ ഈ വല്ലപ്പോഴുമുള്ള ഓഫർ എന്നതിൽ നിന്ന് നിത്യേനയുള്ള രീതിയായി ഹോട്ടൽ ഭക്ഷണം മാറിക്കഴിഞ്ഞു. പോയി കഴിക്കാൻ അസൗകര്യമുള്ളതുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ഡോർ ഡെലിവറി കിട്ടും. അങ്ങനെ ഭക്ഷണം എത്തിക്കുന്ന വലിയ ഗ്രൂപ്പുകളുണ്ട് ഇന്ന്. വല്ലപ്പോഴും എന്നത് എപ്പോഴും ആകുമ്പോൾ. ആദ്യമൊക്കെ അതൊരു അത്യാവശ്യ സന്ദർഭത്തിൽ ഉപയോഗിക്കാവുന്ന ആശയമായിരുന്നെങ്കിൽ ഇപ്പോൾ രാവിലത്തെ കട്ടൻ ചായ മുതൽക്ക് ഡോർ ഡെലിവറി ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. അടുക്കള എന്നത് പണ്ടുള്ള വീടുകളിൽ കരിയും പുകയും മുറ്റി നിൽക്കുന്ന ഒരിടമായിരുന്നു. പിന്നെ അത് മാറി ആധുനിക സംവിധാനങ്ങളുള്ള കിച്ചണുകൾ വന്നു. അതിന്റെ അടുത്ത ഘട്ടം ഓപ്പൺ കിച്ചൺ ആയിരുന്നു. ലിവിംഗ് റൂമുമായി നേരിട്ട് ബന്ധം വരുന്ന തുറന്ന അടുക്കളകൾ. അത് വന്നതോടെയാണ് പാചകം അടുക്കളയിൽ നിന്ന് അപ്രത്യക്ഷമായത്. പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം ചൂടാക്കുക, ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക തുടങ്ങിയ എളുപ്പ പണികൾ മാത്രമായി അടുക്കള മാറുകയാണ്. അതിനാൽ തന്നെ മക്കളെ പാചകം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് അമ്മമാർ ഒഴിഞ്ഞു. മക്കൾക്കും അതാണ് താല്പര്യം. അമ്മയ്ക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ അറിയില്ലെങ്കിൽ അതൊക്കെ മക്കൾ കൈകാര്യം ചെയ്യും. കൂട്ടത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വിഭവം കൂടി ഓർഡർ ചെയ്യും എന്നേ ഉള്ളൂ.
ഇതിനെയൊക്കെ എതിർക്കാൻ പോയാൽ ഇനി ഇതൊന്നും സ്വീകാര്യമല്ല. എന്തെന്നാൽ വീട്ടിൽ എല്ലാവർക്കും മറ്റു തിരക്കുകൾ ഏറെയുണ്ട്. ആണും പെണ്ണും ജോലിക്കാരാണ്. ദൂരദേശങ്ങളിലാവും ജോലി. മാത്രമല്ല, ഓഫീസ് ജോലിക്കൊപ്പം വർക്ക് അറ്റ് ഹോം വന്നതോടെ വീട്ടിൽ വന്നാൽ ഓഫീസ് കൂടെ പോരുന്ന അവസ്ഥയാണ്. അതിനാൽ മാറ്റിവെക്കാവുന്ന 3 ജോലികൾ: 1 പാചകം, 2 പ്രാർത്ഥന, 3 പത്രം വായന എന്നിവയാണ്. ഇത് മൂന്നുമില്ലാത്ത വീടുകളാണ് ഇന്ന് ഭൂരിഭാഗവും. സോഷ്യൽ മീഡിയയുടെ കാലത്ത് പത്രവും ചാനലുകളും ആവശ്യമില്ലല്ലോ. പക്ഷേ ഒരേ പത്രം വീട്ടിലെ എല്ലാവരും വായിച്ചിരുന്ന കാലത്ത് എല്ലാവരും ഒരേ ലോകത്താണ് ജീവിച്ചിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതോടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 ലോകത്താണ് ജീവിക്കുന്നത്. ഓരോരുത്തരും അവരുടെ ഇഷ്ടവിഷയങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പൊതുവിഷയങ്ങളിൽ നടക്കുന്ന ഒരു വിശേഷവും അറിയാറില്ല. ഒരു വീട്ടിലെ 5 ബെഡ്റൂമുകൾ ഉണ്ടെങ്കിൽ പല സമയങ്ങളിൽ ലൈറ്റ് ഓൺ ഓഫ് ആകുന്ന വിധത്തിലേക്ക് കുടുംബ ബന്ധങ്ങൾ നാമമാത്രമായി പോകുന്നതും ഇന്നത്തെ കാഴ്ചയാണ്. ഭക്ഷണം ഒരു സംസ്കാരമാണ്. അടുക്കളയിൽ നിന്ന് ഉയരുന്ന പലതരം ഭക്ഷണ ഗന്ധങ്ങൾ സന്തോഷിപ്പിക്കുന്ന ഒരു മാനസിക അവസ്ഥയായിരുന്നു വീടിന്റെ ഒരു പ്രധാന സന്തോഷ ഘടകം. ഓണം ഉണ്ണുന്നതിനേക്കാൾ ഓണം ഒരുക്കം സന്തോഷം തരുന്നത് പോലെയാണ് വീട്ടിൽ. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അതിന്റെ ഒരുക്കം നടക്കുന്നത് കാണുന്നതിന്റെ സന്തോഷം. ആ സമയം ചില ദഹനരസങ്ങൾ താല്പര്യപൂർവ്വം ആമാശയത്തിൽ ഉറവ പൊട്ടുന്നുണ്ട്. അവ സന്തോഷാത്മകമായ ഒരു വിശപ്പ് സമ്മാനിക്കും. ദഹനത്തെ മാത്രമല്ല, മനോനിലയെയും അത് നല്ലതാക്കാൻ സഹായിക്കും. പക്ഷെ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോഴും ഡോർ ഡെലിവറിയിൽ വാങ്ങുമ്പോഴും ഈ ഘടകം ഉണ്ടാവില്ല. തണുത്തുറഞ്ഞ ഭക്ഷണം പൊതിയിലാക്കി ഏതോ വാഹനത്തിൽ സഞ്ചരിച്ച് വീട്ടിലെത്തുമ്പോൾ അതിലെ നല്ല എനർജിയൊക്കെ നഷ്ടമായിട്ടുണ്ടാവാം. സ്വന്തം വീട്ടിൽ കുടുംബാംഗം സ്വന്തം കൺവെട്ടത്ത് വൃത്തിയാക്കി സ്വന്തം അടുക്കളയിൽ പാചകം ചെയ്ത് കിട്ടുന്നതിന്റെ സുഖം മറ്റൊന്നിലും ലഭിക്കില്ല. എന്തെന്നാൽ അതൊരു സംസ്കാരവും കൂടിയാണ്. വൃത്തി എങ്ങനെ ഉറപ്പാക്കും? ഹോട്ടൽ ഭക്ഷണത്തിനും ഓൺലൈൻ ഭക്ഷണത്തിനും അതിന്റെ പുറമേയുള്ള ഡെക്കറേഷനുകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഉണ്ടാക്കൽ പ്രക്രിയ നാം കാണുന്നില്ല. വൃത്തിയാക്കി ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയില്ല. വീട്ടിൽ പോകാൻ അത്യാവശ്യത്തിന് ലീവ് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ മാനസിക സംഘർഷത്തിലാവാം ആ ഷെഫ് അത് ഉണ്ടാക്കിയത്. പൊതിഞ്ഞവനും കൊണ്ടുവന്നവനും അതൊരു ജോലി മാത്രമാണ്. അതിൽ നിങ്ങളോടുള്ള സ്നേഹമില്ല. ആ വൃത്തിയും സ്നേഹവും ആരോഗ്യ ഗുണങ്ങളുമെല്ലാം വീട്ടിലെ അടുക്കളയിൽ നിന്നേ ലഭിക്കൂ. എല്ലാവരും പാചകം പഠിക്കണം. വീട്ടിൽ ആൺപെൺ ഭേദമില്ലാതെ എല്ലാവരും പാചകം പഠിക്കണം. ഏറ്റവും നന്നായും വൃത്തിയായും ഉണ്ടാക്കുന്നതിൽ ഒരു മത്സരഭാവം വന്നാലും തെറ്റില്ല. എന്നിരുന്നാലും അടുക്കളയിൽ പാചകമില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ അത് വീടിന്റെ ചൂടും ചൂരും നിർണയിക്കുന്ന ഘടകമാണ്. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ധർമ്മപ്രചാരണത്തിന്റെ ഭാഗമാകുക. ഗുരുസാഗരം മാസിക ഇപ്പോൾ ഓൺലൈനിലും ലഭ്യമാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക ഓൺലൈനായും വായിക്കാവുന്നതാണ്. വായിക്കാൻ സമയമില്ലാത്തവർക്ക് മാസികയുടെ ഓഡിയോ എഡിഷനും ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നമസ്തേ.